ഈ പറയുന്ന UDF കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്ക് അൻവർ, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. UDF ലീഡർഷിപ്പിന്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? VD സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDF. ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു. ഇനി ഞാൻ അങ്ങോട്ടാ പോണ്ട്, ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ചോദ്യങ്ങൾക്ക് PV അൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല, അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും. PV അൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പൊ അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഈ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തേ 2016 12,000 വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത്? എന്തേ 2021 എന്റെ ഭൂരിപക്ഷം 2000 ആയത്? അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത്. ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്ത്. എന്താ കാരണം അറിയാം നിങ്ങൾ? എന്നെ സഹായിച്ച UDF അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുക, ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി. എന്തേ വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത്? കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു നിലമ്പൂർ പാട്ട് നടത്തും. അവിടെ കൊള്ളപ്പിരിവ, കോളറിന് പിടിച്ച് കാശ് വാങ്ങല. 2016 ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങിയിരുന്നു. അപ്പോ ഈ ഒരു അവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥി അടക്കം നിർത്താൻ ആലോചിക്കുന്നത്. അവർ ഭയപ്പെടുകയാണ്. ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂർ പോകും. സ്വകാര്യമായി പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കൂല. വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും ഇതിന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ആ കുടുംബത്തുകൾക്ക് എത്ര വോട്ടുണ്ടാകുന്നുള്ളത്? 1. പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം. 2, ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം. ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് PK സൈനബ. മഞ്ചേരിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർത്തി